ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും അഞ്ജു എസ് പാലൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഞ്ജു, ആരാധകരെ ഒന്നടക്കം മുൾമുനയിൽ നിർത്തിയ ഒരു പോരാട്ടത്തിനൊടുവിൽ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ആരാധകരിൽ നിന്നും നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? വലിയ ആവേശം തന്നെയാണ് ശരണ്യ വഞ്ചിയൂരും ഉള്ളത്. മത്സരത്തിന്റെ അതേ ആവേശം തന്നെയാണ് ഇവിടെയുള്ളത്. മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു ബഹളമായിരുന്നു ഇതിനു മുൻപിലുണ്ടായിരുന്നത്. കാരണം ആദ്യം ഉണ്ടായിരുന്ന ആശങ്കകൾക്കൊടുവിൽ അവർ മെസ്സിയും അതുപോലെ തന്നെ അർജന്റീനയും കേപ്പ് വെർദയെ പൊട്ടിച്ചുകൊണ്ട് ഈ നോക്കൌട്ട് കടന്നതിന്റെ വലിയ സന്തോഷം തന്നെയാണ് ഇവിടെ ആരാധകരുണ്ടായിരുന്നത്. നമ്മൾ വന്ന സമയത്ത് ഒരു ചെറിയ ആശങ്കയും പ്രതിസന്ധിയൊക്കെ ഇവരുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ആ മൂന്നാം ഗോൾ 113-ാം മിനിറ്റിലുണ്ടായ മൂന്നാം ഗോളിൽ അവരുടെ ആവേശം അങ്ങോട്ട് അണപൊട്ടുന്ന ഒരു സമയമായിരുന്നു. അത്രയും ആവേശം തന്നെയായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു രക്ഷയില്ലാത്ത മത്സരമായിരുന്നു. അറ്റാക്ക് ഒന്ന് ചാവാത്ത എന്തോ ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു മത്സരം ഈ കപ്പ വേർഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ ടീമൊന്നും അല്ല. ഒരു ഒന്നാം തരം അടിപൊളി ടീം. അർജന്റീന അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. മെസ്സി, ലട്ടറോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ എല്ലാം കിടിലായിട്ട് കളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അങ്ങനെ ആ കൺട്രീനെ പിടിച്ചു വെച്ചു. അയാളാണ് ഏറ്റവും നന്നായിട്ട് കളിച്ച ആള്. പിന്നെ എമി മാർട്ടിനസ് നമ്മുടെ ഗോളി അടിപൊളി തന്നെ. ഇതിന്റെ അകത്ത് ഒരു ഗോൾ അടിച്ച ഒരു പയ്യന്റെ പേര് അറിഞ്ഞൂടാ. ഇതായിരിക്കും ടൂർണമെന്റിലെ ബെസ്റ്റ് ഗോൾ. ഒരു രക്ഷയില്ലാത്ത ഗോൾ. ഒരു രക്ഷയില്ലാത്ത ഗോൾ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഗോൾ. കാപ്പവേർഡയിലെ നമിക്കുന്നതാണ്. ഗോൾ ഒരു രക്ഷയില്ലാത്ത ഗോളായിരുന്നു. പക്ഷെ നമ്മള് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചു. എമി മാർട്ടിനസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അടിപൊളിയായിട്ട് കളിച്ചു.